കേരള സീനിയർ ലീഡേഴ്സ് ഫോറത്തിന്റെ സംസ്ഥാന തല ക്യാമ്പാണ് ഈ വരുന്ന 26, 27 തീയതികളിൽ കോട്ടയം ചൈതന്യ പാസ്റ്റേഴ്സ് എന്നതിൽ വെച്ച് നടക്കുകയാണ്. ഈ ക്യാമ്പില് കേരളത്തിന് തെക്കേ അറ്റം തൊട്ട് വടക്കേ അറ്റം വരെയുള്ള 60 പരം ക്ഷണിക്കപ്പെട്ട പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന രാഷ്ട്രീയ സാംസ്കാരിക നായകന്മാരെല്ലാം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ക്യാമ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം 26 3 മണിക്ക് അല്ലെങ്കിൽ 3:30 നിയമസഭയുടെ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് നിർവഹിക്കുന്നു. അന്ന് ആ യോഗത്തില് മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നത് കോട്ടയം ജില്ലയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷി ഫിലിപ്പ്. അതോടൊപ്പം തന്നെ ആ യോഗത്തിൽ വിവിധ കക്ഷി നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട്. അതായത് വി ബിനു, അതുപോലെ തന്നെ അന്നത്തെ യോഗത്തിൽ നമ്മുടെ മുൻ ചീഫ് വിപ്പ് ജയരാജ്, മറ്റ് നേതാക്കന്മാരായ ലൈബ്രറി കൗൺസിൽ നിങ്ങൾക്കറിയാം മെമ്പറും ഒക്കെ ആയ PK ഹരികുമാർ, പുതിയ റബ്ബർ ബോർഡ് ചെയർമാൻ N ഹരി തുടങ്ങിയ ആൾക്കാരാണ് ആ യോഗത്തിൽ പങ്കെടുക്കുന്നത്. അതിനുശേഷം അതായത് വൈകിട്ട് ഞങ്ങളുടെ ഇൻട്രോഡക്ഷൻ ഒക്കെ കഴിഞ്ഞാൽ ഉടൻ തന്നെ ക്യാമ്പ് ഫയർ, സാധാരണ ക്യാമ്പുകളിൽ കണ്ടുവരുന്ന വലിയ വലിയ ക്യാമ്പുകളിൽ കണ്ടുവരുന്ന ക്യാമ്പ് ഫയർ ഉണ്ടാവും. പിറ്റേ ദിവസം 27-നാണ് മെയിൻ സമ്മേളനം. 27 രാവിലെ യോഗ ക്ലാസ്സോട് കൂടിയാണ് ആരംഭിക്കുന്നത്. യോഗാചാര്യനായ VRB നായർ, അഡ്വക്കേറ്റ് VRB നായരോട് കൂടിയാണ് അത് നയിക്കുന്നത്. അതിനുശേഷം ഞങ്ങളുടെ കേരളത്തിന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു വകുപ്പാണ് വയോജനങ്ങൾക്കുള്ള വകുപ്പ്. VD സതീശന്റെ ഭാവനയിൽ വന്ന എങ്ങനെയാണ് ഈ വയോജന വകുപ്പ് കൊണ്ടുപോകുന്നത് എന്ന് വ്യക്തമായ ധാരണയുള്ള ഒരു മുഖ്യമന്ത്രിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതിനെപ്പറ്റി ഈ സീനിയർ ലീഡേഴ്സ് ഫോറത്തിന് ഞങ്ങളുടേതായ കാഴ്ചപ്പാടുണ്ട്, ഞങ്ങളുടേതായ തീരുമാനം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അന്ന് തീരുമാനമെടുത്ത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നതാണ്. കൃത്യം 10 മണിക്ക് ഞങ്ങളുടെ സമ്മേളനം, പൊതുസമ്മേളനം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സമ്മേളനം ആരംഭിക്കും. അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയാണ്. യോഗത്തിന്റെ അധ്യക്ഷനായി ഇതിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ V രാജീവ് അധ്യക്ഷത വഹിക്കും. അതോടൊപ്പം KC മാമ്മൻ മാപ്പിളയുടെ പേരിലുള്ള സീനിയർ ലീഡേഴ്സ് ഫോറത്തിന്റെ പ്രഥമ അവാർഡ് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സമ്മാനിക്കും. അദ്ദേഹം ആദരിക്കും. പ്രശസ്തി പത്രവും അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 25 വർഷം MLA ആയി നമ്മുടെ കോട്ടയം ജില്ലയിലെ ഇപ്പോഴത്തെ ജലവിഭവ ഭവന വകുപ്പ് മന്ത്രി മോൻസ് ജോസഫിന് മെമന്റോ നൽകി ആദരിക്കും. മറ്റൊരു കാര്യമുള്ളത്, 51 വർഷം തുടർച്ചയായി മലയാള മനോരമയിൽ ജോലി ചെയ്ത് വിരമിച്ച മാത്യു ശങ്കരത്തിന് ഞങ്ങൾ, അതായത് മുതിർന്ന മാധ്യമപ്രവർത്തകർ, അദ്ദേഹത്തെയും മൊമെന്റോ നൽകി ആദരിക്കും. ഇതാണ് ഞങ്ങളെ ഫോക്കസ് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം. അതോടൊപ്പം സംസാരിക്കുന്നവരുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. ശ്രീ KC ജോസഫ്, ശ്രീ MM ഹസൻ, അതുപോലെയുള്ള നിരവധി, ശോഭന ജോർജ്, നമ്മുടെ G രാമൻ നായർ, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് G രാമൻ നായർ, അങ്ങനെയുള്ള പ്രബലരായ വ്യക്തികള് പിറ്റേ ദിവസത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ നിരവധി ആൾക്കാർ ഇനിയും വരുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അത് കൺഫേം ആയാക്കൊണ്ടാണ് പറയാത്തത്. ഉച്ചയ്ക്ക് 5-ന് ശേഷം ഈ ക്യാമ്പിന്റെ അവസാന ഘട്ടത്തിലോട്ട് വരുന്നത് സാംസ്കാരിക സമ്മേളനമാണ്. ആ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പുതുപ്പള്ളിയുടെ MLA ആയ ചാണ്ടി ഉമ്മനാണ്. അതിന്റെ അധ്യക്ഷനായിട്ട് വഹിക്കുന്നത് നമ്മുടെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായ NV പ്രദീപ് കുമാറാണ്. അദ്ദേഹമാണ് സാംസ്കാരിക
മീറ്റിംഗിന്റെ അല്ലെങ്കിൽ ആ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നത്. അതോടൊപ്പം നമ്മുടെ ആ യോഗത്തിലെ സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് നമ്മുടെ PRO, മുൻ PRO ആയിട്ട് റിട്ടയർ ചെയ്ത കോട്ടയംകാരനുമായ കുമാരനെല്ലൂർക്കാരനുമായ നമ്മുടെ PRO ശ്രീകുമാർ, ശ്രീകുമാർ, ഇപ്പം അഡ്വക്കേറ്റ് ശ്രീകുമാർ, കോട്ടയം പബ്ലിക് ലൈബ്രറിയുടെ സെക്രട്ടറി KC വിജയകുമാർ, അതുപോലെ തന്നെ മറ്റ് പ്രവർത്തകരായിട്ട് വരുന്നത് നമ്മുടെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് പഴകുളം മധു MLA പങ്കെടുക്കുന്നത് ഈ സാംസ്കാരിക സമ്മേളനത്തിൽ. അതുപോലെ സംസ്കാര വേദിയുടെ സെക്രട്ടറിമാരായ 2 പേര് പങ്കെടുക്കുന്നുണ്ട്, ഷമീറും അതുപോലെ തന്നെ തോമസ് പാലാപ്ര. അങ്ങനെ നിരവധി ആൾക്കാര് ഈ യോഗത്തിൽ സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതിന്റെ ഒരു മുഖ്യാതിഥി തന്നെ ആയിട്ട് വരുന്നത് തന്നെ നമ്മുടെ കോട്ടയം മുനിസിപ്പൽ ചെയർപേഴ്സൺ സന്തോഷ് കുമാറാണ്. അതിന് സാംസ്കാരിക സമ്മേളനവുമായി ഞങ്ങളുടെ ക്യാമ്പ് സമാപിക്കും. തികച്ചും ഒരു ലീഡർഷിപ്പ് ക്യാമ്പ്. പഴയ കാലത്തൊക്കെ നമ്മളെല്ലാം കണ്ടുവരുന്ന ചരൽക്കുന്നിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ കണ്ടുവരുന്ന ക്യാമ്പ് മാതൃകയിൽ ക്യാമ്പ് ഫയർ ഉൾപ്പെടെയാണ് ഈ സമ്മേളനം നടക്കുന്നത്. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഞങ്ങളുടെ ഈ ക്യാമ്പിന്റെ തുടക്കം തൊട്ട് അവസാനം വരെ ഏറ്റുമാനൂരിന്റെ MLA ആയ നാട്ടകം സുരേഷനായിരിക്കും. ആദ്യത്തെ സമ്മേളനത്തിലുണ്ട്, രണ്ടാമത്തെ സമ്മേളനത്തിലും അദ്ദേഹം ഇതിന്റെ സംഘാടകർ കൂടിയാണ്. ഞങ്ങളോടൊപ്പം നിന്ന് ഞങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശം നൽകുന്ന പ്രിയപ്പെട്ട MLA ആണ് ശ്രീ നാട്ടകം സുരേഷ്. അദ്ദേഹം രാവിലെ തലേ ദിവസത്തെ സമ്മേളനത്തിലുണ്ട്, പിറ്റേ ദിവസത്തെ സമ്മേളനത്തിലുണ്ട്.